ബേക്കറികളിൽ സ്പെഷ്യൽ ലഡു എന്നും പറഞ്ഞിട്ട് കിട്ടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ലഡുവിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. പഞ്ചസാരയുടെ കടിയൊന്നുമില്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു ലഡുവാണിത്. അപ്പോൾ എങ്ങനെയാണ് ഈ ടേസ്റ്റി ലഡു ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ എടുക്കുന്നത് 1.5 കപ്പ് കടലപ്പൊടിയാണ്, അതായത് കടലമാവ് 1.5 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 2 നുള്ളു വരെ ബേക്കിംഗ് സോഡ ചേർക്കാം. 2-3 നുള്ളു വരെ ഉപ്പും ചേർക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്യണം. ആദ്യം ഒരു 1/4 ഭാഗത്തോളം വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി ചേർത്താൽ മതി. ആദ്യം തന്നെ മുഴുവൻ വെള്ളവും ചേർത്തിട്ട് ലൂസായി കഴിഞ്ഞാൽ നമുക്ക് കടലമാവിൻ്റെ കട്ട പിടിച്ചതൊന്നും അത്ര പെട്ടെന്ന് ഉടഞ്ഞു കിട്ടില്ല. അപ്പോൾ നല്ല ടൈറ്റായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുന്ന സമയത്ത് മുഴുവൻ കട്ടയും ഉടഞ്ഞു കിട്ടും. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഫുഡ് കളർ ചേർക്കാം. ഞാനിവിടെ ഓറഞ്ച് കളറാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചേർത്ത് കൊടുക്കാം. മഞ്ഞയോ റെഡോ ഗ്രീനോ ഏത് കളർ വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഓറഞ്ച് കളർ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. പക്ഷേ ഇതുപോലെ നല്ല കട്ടിയിൽ ആദ്യം മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ മിക്സിയുടെ ആവശ്യമില്ല. ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് കട്ടയൊക്കെ ഉടച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ കട്ടയൊക്കെ ഉടച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവത്തിലാണ് ഇരിക്കേണ്ടത്. ഒരല്പം ലൂസായിട്ട് ഇരിക്കണം. അധികം തിക്കാവാനും പാടില്ല, കൂടുതൽ ലൂസാവാനും പാടില്ല. അപ്പോൾ നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ ഒരു പാകത്തിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു പാകത്തിലാണ് ഇരിക്കേണ്ടത്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ബൂന്തി റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ലഡുവിനുള്ള ബൂന്തി ഫ്രൈ ചെയ്യരുത്. ലഡു ജിലേബി ഒന്നും വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ഫ്രൈ ചെയ്താൽ ഒട്ടും നന്നാവില്ല. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഇതുപോലൊരു സ്റ്റീം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ ഒരു പാത്രം വെച്ചിട്ടാണ് ലഡുവിന് വേണ്ടിയിട്ടുള്ള ബൂന്തി റെഡിയാക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു അരിപ്പക്കയിൽ വെച്ചിട്ടും ബൂന്തി റെഡിയാക്കാം. പക്ഷേ ഇത് എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ ചെറുതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. വലുത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അരിപ്പക്കയിൽ വെച്ചിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ ഹോളുള്ള വേറെ ഏതെങ്കിലും പാത്രങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇന്ന പാത്രമൊന്നുമില്ല. ഇതുപോലെ നമുക്ക് ബൂന്തി റെഡിയായി കിട്ടിയാലും മാത്രം മതിയല്ലോ. അപ്പോൾ ഇങ്ങനെ ഹോളുള്ള ഏത് പാത്രം അല്ലെങ്കിൽ ഏത് സ്പൂൺ വെച്ചിട്ടും നമുക്ക് ഉണ്ടാക്കാം. ഇനി നമുക്ക് ഈ ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കശുവണ്ടി ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് ലഡുവിൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ചെറിയൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഈ കശുവണ്ടി ഒന്ന് ഫ്രൈ ചെയ്യാം. 8-9 കശുവണ്ടി മാത്രമേ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതുപോലെ കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് രണ്ടും നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് ലഡുവിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ മുന്തിരി ഇട്ട ഉടനെ തന്നെ ഒന്ന് ഇളക്കി വരുമ്പോഴേക്കും ഇത് റെഡിയാവും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതും ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റാണ്. അങ്ങനെ നമ്മുടെ കശുവണ്ടിയും മുന്തിരിയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബൂന്തി ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഈ പാത്രം ഈ എണ്ണ ഒഴിച്ച പാത്രത്തിൻ്റെ മുകളിൽ ഇതുപോലെ പിടിക്കുക. എന്നിട്ട് 1 സ്പൂൺ മാവ്, നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കടലമാവ് എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ചുറ്റിച്ചൊഴിക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരേപോലെ ബൂന്തി വീണോളും ഓയിലിലേക്ക്. ഇത് കണ്ടില്ലേ, എല്ലാ ഭാഗത്തും ഒരുപോലെ അങ്ങ് വീണ് കിട്ടുന്നുണ്ട്. അപ്പോൾ ചെറിയ അരിപ്പക്കയിലൊക്കെ ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് വീതിയുള്ള ഇതുപോലുള്ള എന്തെങ്കിലും പാത്രം ഉണ്ടെങ്കിൽ അതായിരിക്കും ഒന്നുകൂടി എളുപ്പം. അപ്പോൾ ഈ ബൂന്തി നമുക്ക് ഇതുപോലെ ഇളക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബൂന്തി കൂടുതൽ ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്യരുത്, അപ്പോൾ ലഡു നന്നാവില്ല. ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. ആ സമയത്ത് തന്നെ ഇത് എണ്ണയിൽ നിന്നും മാറ്റണം. അപ്പോൾ നമ്മുടെ ബൂന്തി നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്തതുകൊണ്ട് ബൂന്തി നന്നായിട്ട് പൊങ്ങി കിട്ടും. ഇതുപോലെ ഇളക്കി ബൂന്തി നന്നായിട്ടൊന്ന് വേവിക്കുക. കൂടുതൽ ക്രിസ്പി ആകുന്നതിന് മുന്നേ എന്നിട്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റേണ്ടതാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരേ സമയം ഒരുപാട് ബൂന്തി എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്യരുത്. അപ്പോഴും ബൂന്തി നന്നായിട്ട് കിട്ടില്ല. അപ്പോൾ ഈ എണ്ണയിലേക്ക് ആവശ്യത്തിനുള്ള അത്രയും ബൂന്തി മാത്രം ഇട്ടിട്ട് ഫ്രൈ ചെയ്യുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റാണ്. അപ്പോൾ അതിൽ അധികമുള്ള എണ്ണയൊക്കെ താഴെ വെച്ചിരിക്കുന്ന പ്ലേറ്റിലങ്ങ് പോയിക്കോളും. സ്ട്രെയിനറിൻ്റെ താഴെ ഞാനൊരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബൂന്തി മുഴുവനും നമുക്ക് എണ്ണയിൽ നിന്നും ഇതിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബൂന്തി മുഴുവനും റെഡിയാക്കി എടുക്കാം.
ബൂന്തി ഒഴിച്ചതിന് ശേഷം ഈ സ്ട്രെയിനർ നമ്മൾ കടലമാവ് മിക്സ് ചെയ്ത ബൗളിൻ്റെ മുകളിൽ തന്നെ വെക്കുന്നതായിരിക്കും നല്ലത്. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും ഈ കടലമാവ് ഒട്ടാകെ പിടിക്കും. അപ്പോൾ നമ്മുടെ ബൂന്തി മുഴുവൻ ഞാനിവിടെ ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ ചെറുതായിട്ട് തണുത്തിട്ടുണ്ട്. ഞാനൊരു മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പകുതി പൊടിച്ചിട്ട് പകുതി ഇതുപോലെ ബൂന്തിയായിട്ട് തന്നെ നമുക്ക് ലഡുവിൽ ചേർക്കാം. ഞാനിതിപ്പോൾ മുഴുവനും പൊടിച്ചെടുക്കുന്നുണ്ട്. അതാകുമ്പോൾ ഒന്നുകൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പൊടിച്ചെടുത്ത് ബൂന്തി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയും കൂടി നമുക്ക് പൊടിച്ചെടുക്കാം. മുഴുവൻ ബൂന്തിയും പൊടിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബൂന്തി ഇവിടെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ണൂർ കിച്ചൺ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചുവന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നിട്ട് അതിൻ്റെ അടുത്ത് കാണുന്ന ഈ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് 1.25 കപ്പ് പഞ്ചസാര എടുക്കാം. അപ്പോൾ 1.5 കപ്പ് കടലമാവിൻ്റെ ബൂന്തിക്ക് 1.25 കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത്. ഈ പഞ്ചസാരയിലേക്ക് 1 കപ്പ് വെള്ളം ചേർക്കാം. എന്നിട്ട് നമുക്കിത് അടുപ്പത്തേക്ക് മാറ്റാം. പഞ്ചസാരയും വെള്ളവും കൂടി നന്നായിട്ട് മിക്സായി പഞ്ചസാരയൊക്കെ മുഴുവൻ മെൽറ്റ് ആവണം. മാത്രമല്ല ഈ പഞ്ചസാര സിറപ്പ് നല്ല തിക്കായിട്ട് വരവും വേണം. അത്ര വരെ നമുക്കിതിങ്ങനെ തിളപ്പിച്ചെടുക്കാം. ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചത് ചേർക്കാം. കുറച്ച് ഓറഞ്ച് ഫുഡ് കളറും കൂടി ചേർക്കാം. നമ്മൾ നേരത്തെ ബൂന്തിയിൽ ചേർത്ത അതേ കളർ തന്നെ പഞ്ചസാര സിറപ്പിലും ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഈ പഞ്ചസാര സിറപ്പ് കുറച്ചൊന്ന് തിക്കായിട്ട് വരണം. ഒറ്റനൂൽ പരുവാവണ്ട, പക്ഷെ എന്നാലും കുറച്ച് തിക്കായിട്ട് നമ്മൾ കയ്യിൽ ഇങ്ങനെ തൊട്ട് നോക്കുന്ന സമയത്ത് ഒന്ന് ഒട്ടിപ്പിടിച്ചതുപോലെ തോന്നണം. നന്നായിട്ട് ഒട്ടി നിൽക്കുന്ന ഒരു പരുവത്തിലായിട്ട് കിട്ടണം. അത്ര വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഇതൊന്ന് നല്ല കട്ടിയാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇപ്പോൾ ഇവിടെ നല്ല തിക്കായി മാറിയിട്ടുണ്ട്. ഇങ്ങനെ സ്പൂൺ കൊണ്ട് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നതെന്ന്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ച ബൂന്തി ചേർക്കണം. അപ്പോൾ കൈ കൊണ്ട് തൊട്ടിട്ട് നല്ലൊരു ഒട്ടിപ്പിടിക്കുന്ന പരുവാകുമ്പോൾ ഇതിലേക്ക് ബൂന്തി ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ബൂന്തി മുഴുവനും നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് നല്ല തിക്കായിട്ട് മാറും. പിന്നെ നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് സമയം ഇതുപോലെ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ഇളക്കി എടുത്താൽ മതി. അപ്പോൾ നല്ല തിക്കായിട്ട് വന്നോളൂ. ലഡു ശരിയാവില്ല എന്നുള്ള പേടിയേ വേണ്ട. കാരണം ഈ സമയത്തൊന്നും നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നില്ല. ബൂന്തി ചേർത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ കുറച്ച് ലൂസാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് സമയം ഇങ്ങനെ വെച്ചിട്ട് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ നല്ല തിക്കായിട്ട് മാറും. അപ്പോൾ ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായാൽ മതി. കാരണം തണുക്കുമ്പോൾ ഇതൊന്നുകൂടി നല്ല കട്ടിയായിട്ട് മാറും. അതുകൊണ്ട് കൂടുതൽ സമയം ഇതിങ്ങനെ തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണ്ട. നമ്മളിത് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് തണുക്കുമ്പോഴേക്കും ഒന്നുകൂടി നല്ല കട്ടിയായിട്ട് മാറും. അപ്പോൾ ഞാനിത് അടുപ്പത്തുനിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് ഇരിക്കേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കശുവണ്ടിയും മുന്തിരിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കശുവണ്ടി ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. മുന്തിരി അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. തണുത്തതിന് ശേഷം നമുക്കിത് ലഡുവാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്കിവിടെ തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വലിപ്പത്തിൻ്റെ അളവ് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. ഞാനിപ്പോൾ ചെറിയ ചെറിയ ലഡുവാക്കിയിട്ടാണ് ഇത് ഉരുട്ടിയെടുക്കുന്നത്. ഇതുപോലെ കുറച്ചെടുത്തിട്ട് കൈവെള്ളയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. നമ്മുടെ ഒരു ലഡു റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഞാനൊരു ഗ്രീൻ കളറിലുള്ള മെലോൺ സീഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിസ്തയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വെച്ച് കൊടുക്കുക. അതിന് വെച്ച് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ലഡുവിൽ നമുക്ക് നട്ട്സൊന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഒരു ലഡു റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇതുപോലെ നമുക്ക് മുഴുവൻ ലഡുവും ഇതുപോലെ ഉരുട്ടിയെടുക്കാം. അങ്ങനെ നമ്മുടെ ബേക്കറികളിലെ സ്പെഷ്യൽ ലഡു നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു. നമുക്കിത് നമ്മൾ വിരുന്ന് പോകുന്ന സമയത്തൊക്കെ നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കിയ ലഡു കൊണ്ടുകൊടുക്കുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡുവാണ്. സ്പെഷ്യൽ ലഡു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബേക്കറികളിൽ വാങ്ങിക്കാൻ നല്ല വിലയാണ്.
അപ്പോൾ ഞാനിന്ന് കുറച്ചധികം ലഡു ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് കുറച്ച് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നതിന് മുന്നേ തന്നെ വേറെയും കുറച്ച് ലഡു ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ സ്പെഷ്യൽ ലഡു റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്